ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വാങ്ങിക്ക് രാഘവേട്ടാ. ദാ പരിശുദ്ധം കറി മസാലയുടെ കോമ്പറ്റീഷന്റെ പ്രൈസ് മണി 10 ലക്ഷം. ഒത്തുപിടിച്ച അത് നമ്മുടെ വീടിന്റെ അലമാരയിൽ ഇരിക്കും. ആ 10. നൂറ് പറഞ്ഞ സത്യ. ഈ വീടിന് അങ്ങനെ ഒരു രാശി ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ താമസിച്ച് എന്ത് ചെയ്താലും വിജയം തന്നെയാ. അതെനിക്ക് അനുഭവത്തിൽ വന്നപ്പോഴാ മനസ്സിലായത്. ഈ ലോറി ബിസിനസ് ഒന്നും ഇല്ലാതിരുന്നപ്പോ എന്റെ ബാപ്പച്ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് ഞങ്ങൾ താമസിച്ചിരുന്നത് വേറൊരു വീട്ടിലായിരുന്നു. പിന്നെ ഉപ്പുപ്പ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു. ഈ വീട്ടിൽ വന്നതിന് ശേഷാ ഞങ്ങൾ രക്ഷപ്പെട്ടത്. അപ്പോ ഞങ്ങൾ ഈ വീടിന്റെ ഐശ്വര്യം കൊണ്ട് രക്ഷപ്പെടുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും രക്ഷപ്പെടുവച്ചാ. ചിലപ്പോ നമ്മുടെ ആ നഷ്ടപ്പെട്ട വീട് വരെ ഇവിടെ നിന്നുകൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റും. ആണോ? സത്യമാണോ മോള് പറയുന്നേ? പിന്നല്ലാതെ. മോളുടെ നാക്ക് പൊന്നായിരിക്കട്ടെ. അത് തിരിച്ചെടുക്കാൻ കഴിയില്ലെങ്കിലും പറയുന്ന കേട്ടപ്പോ മനസ്സിന് വരാത്തൊരു സുഖം, ഒരു സന്തോഷം. ആ പിന്നെ പരിശുദ്ധം കറി മസാലയുടെ കോമ്പറ്റീഷന് മത്സരിക്കുന്നത് ആരൊക്കെയാണെന്ന് അറിയണ്ടേ? സുസ്മിത, പിന്നെ മല്ലിക. സുസ്മിത അവള് ബഹളത്തിന് വരുന്നതാ, അല്ലാതെ മത്സരിക്കാനൊന്നും വരുന്നതല്ല. അല്ല, ഇനിയുണ്ടല്ലോ ഒരാളും കൂടി. അതാരാ? പിന്നെ കുടുംബശ്രീ ശാരദാമ്മ. ശാരദയോ? ആരുണ്ടെങ്കിൽ എന്താ സത്യാമേ, നമ്മൾ ജയിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മൾ എടുക്കുന്ന കഷ്ടപ്പാടിന് നമുക്ക് കൂലി കിട്ടിയിരിക്കും. അപ്പൊ ശാരദ ഒരുങ്ങി ഇറങ്ങിയിരിക്കും എന്നെ തോൽപ്പിക്കാനായിട്ട്. അതൊന്നും കാര്യാക്കണ്ട. ശാരദാമ്മ എന്തൊക്കെ ചെയ്യോ അതിനപ്പുറം നമുക്ക് ചെയ്യാം. ഞങ്ങളെല്ലാം ഒരേ കളരിയല്ലേ സത്യാമേ? ധൈര്യമായിട്ടിരിക്കെ. നിങ്ങൾക്കാർക്കെങ്കിലും ശാരദാമ്മയെ കൊണ്ട് മത്സരത്തിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ പറ്റുമോ? എങ്കിലേ ആ വഴി നോക്ക്. കാരണം ശാരദാമ്മ പങ്കെടുത്ത ജയവും ശാരദാമ്മയ്ക്ക് തന്നെ ആയിരിക്കും. പ്രവചനങ്ങളല്ല മത്സരത്തെ ജയിപ്പിക്കുന്നത്, പ്രയത്നമാണ്. ഈ മത്സരം നമ്മളെ സംബന്ധിച്ച് ജയിച്ചേ ഒക്കൂ, അല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ജയിക്കും, ഉറപ്പാ.